ഹലോ, ലാവണ്ടർ ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ ഈ ചെടി കാണുമ്പോൾ നമുക്ക് എന്താ ഇതിൻ്റെ നല്ലൊരു പുല്ലിൻ്റെ ഇല പോലെ ഇല്ലേ അല്ലേ? നല്ലൊരു ലില്ലി വർഗത്തിൽപ്പെട്ട ചെടിയാണ്. എന്താ ഇതിൻ്റെ പൂക്കൾ കണ്ട ലൈറ്റ് ബ്ലൂ കളറ്, ചെറിയൊരു കളറുള്ള പൂക്കളും നല്ല പൂ. പക്ഷേ ഇതിനെ ആകർഷണീയമാക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഇത് കണ്ടോ ഇതിൻ്റെ കായ കണ്ടോ? നല്ല ഇൻഡിഗോ കളറ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ കാണുന്നതിനേക്കാൾ ഇങ്ങനെ നല്ല ഷൈനിങ് ഉള്ള ഒരു കളറാണ് കേട്ടോ. വീഡിയോയിൽ പിന്നെ അത്രയും ഷൈനിങ് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പേരെന്താ പറയുക? ബ്ലൂ ഫ്ലാക്സ് ലില്ലി. ഇതെൻ്റെ കയ്യിൽ കിട്ടിയിട്ടൊരു 3 വർഷമായ ചെടിയാണിത്. അപ്പം ഞാനിത് ഒരു ഗ്രൂപ്പിൽ സെയിൽ പോസ്റ്റ് കണ്ടിട്ട് അവരുടെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ആ സെയിൽ പോസ്റ്റ് കണ്ട് അവിടുന്ന് ഇതിൻ്റെ ഇതുപോലെ വയലറ്റ് ബോൾ പോലെയുള്ള ഇത് അതിൽ ചെടിയിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അത് കണ്ടിട്ട് കൗതുകത്തിൽ വാങ്ങിയതാണ്. അപ്പം ഞാനത് രണ്ടും കൽപ്പിച്ച് വാങ്ങി. എന്താ നമുക്കറിയില്ലല്ലോ ഇതിപ്പോൾ കായ്ക്കുന്ന അത് സത്യസന്ധമാണോ എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ വാങ്ങിയത് 2022 ഇപ്പോൾ 3 വർഷമായി ഇത് ചെടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ചെടിക്ക് ഒരുപാട് തൈകൾ വളർന്നു വരുന്നതല്ലാണ്ട് അതിന് ഇതുവരെ അതിനൊരു പൂവോ ഒരു കായോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടോ ഇപ്രാവശ്യം ഇതിനിങ്ങനെ പൂക്കാൻ തുടങ്ങി. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരും. അതിനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ഇങ്ങനെ അത് കായായിട്ട് മാറും. അപ്പോഴും ഞാൻ കരുതി ഇത് തട്ടിപ്പായി, എനിക്കിത് പറ്റിക്കപ്പെട്ടു എന്നുള്ളത്. പിന്നെയാണ് ഇന്നലെ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതിൽ ആ ബ്ലൂ കളർ ഈ ചെറിയ ഇതെല്ലാം ബോൾ കുറച്ച് വലുതായി അതൊക്കെ മാറി കളർ മാറിയതാ ബ്ലൂ കളറിലേക്ക് വന്നു. അപ്പോൾ അത് ശരിക്കും അത് സത്യസന്ധമായി കിട്ടിയത് തന്നെയാണ്. കാരണം ഇത് ഞാൻ ഒരുപാട് യൂട്യൂബിലൊക്കെ നോക്കി, ഇവിടെ ഒന്നും ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഇല്ല. ആരും ഇത് വാങ്ങി നട്ടിട്ട് അങ്ങനെ ഒരു വീഡിയോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഈ കളർ കണ്ട കൗതുകത്തിനാണ് ഞാനിത് വാങ്ങിയത്, ഇത് കണ്ട കൗതുകത്തിന്. അപ്പം ഞാൻ കരുതി എനിക്കെന്തോ അബദ്ധം പറ്റിയെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിന്നെ ഞാൻ എന്നിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വിദേശ രാജ്യങ്ങളിൽ മാത്രമാണ് അവരെ ഇംഗ്ലീഷുകാരുടെ അവരുടെ ചാനലുകളിൽ മാത്രമേ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ കാണുന്നത്. നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഒരെണ്ണം പോലും ഞാൻ കണ്ടിട്ടില്ല. ആരെങ്കിലും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനെക്കുറിച്ചിട്ട്. അപ്പം ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മാത്രമാണ് കേട്ടോ. ഈ ചെടിക്ക് ഇങ്ങനെ ഒരു ബോർഡറൊക്കെ ആയിട്ട് നമുക്ക് വളർത്താമെന്നേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കായാണ് ഇതിൻ്റെ അട്രാക്ഷൻ. നിറച്ചും പിടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് ഞാൻ കാര്യമായിട്ട് കെയറൊന്നും കൊടുക്കാറില്ല. അതാണ്ട നമ്മുടെ പിന്നെ ഓർക്കിഡൊക്കെ പോലെ ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ തണ്ട് വന്ന് ഇലയുടെ ഇടയിൽ നിന്ന് തണ്ട് വന്നിട്ട് ഇങ്ങനെ അതിലാണ് പൂ വന്ന് ഈ കായായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് ബ്ലൂ ഫ്ലാക്സ് ലില്ലി അല്ലെങ്കിൽ ബ്ലൂബെറി ലില്ലി എന്നും പിന്നെ പരു ലില്ലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ഡയാനല്ല കെരൂലിയ എന്നാണ്. ഞാനിതെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടിയതാണ്. അപ്പോൾ ഒരു അസ്ഫോഡേ ലേഡി കുടുംബമാണ് ഇതിൻ്റെ ഫാമിലി. ഇതൊന്നും നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളാണ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് കാണുന്നത് ഓസ്ട്രേലിയയുടെയും ടാസ്മാനിയയുടെയും കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഇതിനെ കൂടുതലായിട്ട് ഈ ചെടി കാണുന്നത്. അവരൊക്കെ ഈ ഗാർഡനിൽ ബോർഡറായിട്ടൊക്കെ വളർത്തുന്ന ചെടിയാണത്ര ഇത്. അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ അധികമായിട്ട് കാണുന്നില്ല. ആരുടെയെങ്കിലും അടുത്ത് ഇത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് ഈ ചെടി ഉണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം ഇത് നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ഇത് എഡിബിൾ ആണെന്ന് പറയുന്നുണ്ട്, ഭക്ഷ്യയോഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ധൈര്യമില്ല. കാരണം ഇതിന് പല വെറൈറ്റി ഉണ്ട് അത്രേ. അപ്പോൾ എല്ലാ വെറൈറ്റിയും ഭക്ഷ്യയോഗ്യമാകണമെന്നില്ലല്ലോ. അപ്പം ഇത് ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വെച്ചത്. ഇതാണ് അതിൻ്റെ പൂവ്. കണ്ടോ? കുഞ്ഞു പൂക്കൾ. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതെനിക്ക് അബദ്ധം പറ്റിയെന്ന് തന്നെ വിചാരിച്ചു. പക്ഷെ അല്ല കേട്ടോ, ഇത് അയച്ചു തന്നവരോട് ഞാനത് ഈ 2-3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നു. ഞാനതപ്പോൾ അയച്ചു കൊടുത്തു അവർക്കത് കാണിച്ചു കൊടുത്തു. നമുക്കൊരു സന്തോഷമല്ലോ ഒരാൾ തന്നത് നമുക്ക് നല്ല സക്സസ് ആയി എന്ന് കാണുമ്പോൾ. അപ്പം ഇത് ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ചെടി ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്, ഇഷ്ടപ്പെട്ടോ അതോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എയർ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കളക്ട് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് കെയർ ചെയ്യാനൊന്നും ഒരു പ്രയാസവും ഇല്ല കേട്ടോ. ഇതിന് ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര വെയിൽ കൊണ്ടാലും അതിന് പ്രശ്നമില്ല. ഇത് വെയിലും മഴയൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്ന ചെടിയാണ്. ഒന്നുമില്ല, ഞാൻ ചെടികൾക്ക് ഒഴിക്കുന്ന എല്ലാ വളങ്ങളും അതിൻ്റെ ചോട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കും. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കെയറൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല അതിന് ഇതുവരെ. അപ്പം ഇത്രയുള്ള എൻ്റെ വീഡിയോ കേട്ടോ. എല്ലാവരും ഇതൊന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് ഇഷ്ടപ്പെട്ടോ എന്ന്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.